യോഗ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ ശരീരത്തെ ഏകോപിപ്പിച്ച് ഒരു കൺട്രോളിലാക്കുക, സെൽഫ് കൺട്രോൾ. അതായത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാൻ, നമ്മുടെ ടെൻഷൻ ഒരുപാട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഡ്രഗ് അഡിക്ഷൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ ലവ്ലി ഷാരി, യോഗ ട്രെയിനർ, നാഷണൽ യോഗ റഫറി. ഇന്ന് ലഹരിക്കെതിരെ എങ്ങനെ നമുക്ക് യോഗ യൂസ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, ഇന്ന് നമുക്ക് ചുറ്റുപാടും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ. അങ്ങനെ നമ്മുടെ വഴിതെറ്റി പോകുന്ന യുവതലമുറ. അപ്പം അവരെ വീണ്ടും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ലഹരി വിരുദ്ധ സെമിനാറുകൾ നടത്തുന്നു, ലഹരി വിരുദ്ധ പ്രതിജ്ഞകൾ എടുക്കുന്നു. എന്തൊക്കെയായാലും യോഗയ്ക്ക് അതിലെന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാൾ ഏതിലേലും അഡിക്ഷൻ ആകുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ആൽക്കഹോൾ ആകട്ടെ, ഡ്രഗ് ആകട്ടെ, വേറെ എന്ത് വസ്തുവാകട്ടെ, എന്തിനോടുമുള്ള അമിതമായ ആസക്തി, അതാണല്ലോ അഡിക്ഷൻ. അത് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മനസ്സിനെയും ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരിക എന്നുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ പറയും ഒരു വ്യക്തി വളർന്ന സാഹചര്യം, വീട്ടിലെ സാഹചര്യം, അല്ലെങ്കിൽ പഠിച്ച കോളേജിലെ സാഹചര്യം, ചീത്ത കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സ്ട്രെസ്, ടെൻഷൻ, ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ആൽക്കഹോൾ അഡിക്ഷനും മറ്റ് അഡിക്ഷൻസിനും ഒക്കെ പോകുന്നത് എന്ന് പറയാറുണ്ട്. പിന്നെ ചിലർക്ക് ഒരു കോൺഫിഡൻസ് കുറവ്, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് എന്തിനേലൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി ഇത് യൂസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും, നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിനെയൊക്കെ നമ്മൾ ഇതിലേക്ക് വീണു പോകാതെ അതിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന യോഗാസനങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാൻ, നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും കുറയാൻ. ഉത്കണ്ഠയാണല്ലോ നമുക്കിതിനും പ്രധാനപ്പെട്ട കാരണം. അതുപോലെ അതുവഴി നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അപ്പം നന്നായിട്ട് ഉറങ്ങാൻ, ഇതൊക്കെ ശരിയായാൽ തന്നെ നമുക്ക് ഈ അഡിക്ഷനിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചാൽ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ ഒരു 3/4 ഭാഗം കുറയും. കാരണം നമ്മുടെ ബ്രെയിൻ റിപ്പയറിങ് നടക്കുന്നത് നമ്മൾ നന്നായിട്ട് ഉറങ്ങുമ്പോഴാണ്, ഒന്ന് റിലാക്സ് ആകുന്നത്. അതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ റീഹാബിലിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ യോഗയ്ക്ക് വളരെ സഹായിക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ഈ ഗ്രൂപ്പ് എല്ലാവർക്കും ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടെന്ന് പറയുന്നത് അതിസങ്കീർണമാണ്. നിരവധി പ്രശ്നങ്ങളുണ്ടാവും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലും, ജോലി ജീവിതത്തിലും, വ്യക്തി ജീവിതത്തിലും, കുടുംബ ജീവിതത്തിലും ഒക്കെ വളരെയേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതിനെയൊക്കെ നമ്മൾ വളരെ കാമായിട്ട് നേരിടാൻ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, പലരും പല രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്. യോഗ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ ശരീരത്തെ ഏകോപിപ്പിച്ച് ഒരു കൺട്രോളിലാക്കുക, സെൽഫ് കൺട്രോളാണ്. നമ്മളെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം പുറമേക്ക് പോകുന്നതിന്, അല്ലേ, പുറത്ത് കാണുന്ന എല്ലാത്തിനെയും അനുസരിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും പുറത്തേക്ക് വ്യാപരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അപ്പം ചുറ്റുപാടും കാണുന്നതിനോടൊക്കെ നമ്മൾ തോന്നിയതുപോലെ, നമുക്ക് തോന്നുന്നത് പോലെ പ്രതികരിക്കും. ഇപ്പോൾ മനസ്സുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ ശരീരം സമ്മതിക്കുകയില്ല, ശരീരം പ്രതികരിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് മാറ്റിയിട്ട് നമ്മുടെ മനസ്സ് പറയുന്നിടത്ത് ശരീരം എത്തിക്കുക, രണ്ടും ഏകോപിപ്പിക്കുക. അതായത് നമ്മളിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഇപ്പം യോഗയിൽ എല്ലാ യോഗാസനങ്ങളിലും നമ്മുടെ ബ്രീത്തിങ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓരോ പോസ്റ്ററിലും ബ്രീത്തിങ്, അപ്പോൾ ഇൻഹെയിലാണോ, എക്സലേഷനാണോ, ഇൻഹലേഷനാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ശ്വാസത്തെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിക്കാം. ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മളോ നമ്മുടെ മക്കളോ എത്തിപ്പെട്ടാലും അവനവനെ തന്നെ നിയന്ത്രിക്കാനും, ഓരോരുത്തരും ആ വ്യക്തിയായിട്ട് തന്നെ നിലനിൽക്കാനും, മോശമായ രീതിയിലോട്ട് പോകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന യോഗാസനങ്ങളാണ്. അപ്പോൾ ഇന്ന് പറയുന്ന 5 യോഗാസനങ്ങൾ നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ കാമാക്കുന്നു, നമ്മുടെ ബ്രെയിനിനെ റിപ്പയർ ചെയ്യുന്നു, പിന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു, ടെൻഷനും സ്ട്രെസ്സും കുറയ്ക്കുന്നു, നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു. അങ്ങനെയുള്ള 5 യോഗാസനങ്ങളാണ്. അതുപോലെ നല്ല ശാന്തത ലഭിക്കാനും കാമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. എപ്പോഴും സന്തോഷത്തോടെ സുഖത്തോടെ ഇരിക്കുക എന്നുള്ളതാണല്ലോ ഓരോ വ്യക്തിയുടെയും ആഗ്രഹം.
അപ്പോൾ മുടങ്ങാതെ നിങ്ങളും ചെയ്യുക, മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോഴത്തേനും ലൈക്ക് ചെയ്തിരിക്കുക, അതുപോലെ ഫ്രണ്ട്സൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ 5 യോഗാസനങ്ങൾ പ്ലസ് ഒരു മെഡിറ്റേഷൻ, മന്ത്ര മെഡിറ്റേഷൻ അല്ലെ ഓം മെഡിറ്റേഷൻ, അതാണ് കാണിച്ചു തരുന്നത്. ഇതൊക്കെ നിങ്ങൾ 1-2 ദിവസമല്ല ചെയ്യേണ്ടത്, ഡെയിലി എല്ലാ ദിവസവും ചെയ്യുക, മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. മൈൻഡ് ആൻഡ് ബോഡിയെ ഏകോപിപ്പിക്കുന്നതാണ് മെഡിറ്റേഷൻസ് എല്ലാം. അപ്പോൾ സ്വയം നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പം ഡെയിലി യോഗ ചെയ്യുന്ന യോഗാചാര്യന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് അവരെ നോക്കിയാൽ നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാകുന്നു. നമുക്ക് അതൊക്കെ ഒരു വ്യത്യാസം മനസ്സിലാകും. കാരണം അവർ കുറച്ചുകൂടെ കാമായിരിക്കും, പെട്ടെന്ന് കാര്യങ്ങളിൽ കയറി പ്രതികരിച്ചോ ഉച്ചവയ്ക്കുന്നില്ല. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സീറ്റഡ് ഫോർവേഡ് ബെൻഡ് എന്ന് പറയും. കാല് നീട്ടിയിരിക്കുക. ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് പോലെ ചെയ്താൽ മതി. വലിയ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാകണമെന്നൊന്നുമില്ല, ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യുക. കാലുകൾ നീട്ടിയിരിക്കുക, കാല് നീട്ടിയിരിക്കുക. ദീർഘമായിട്ടൊന്ന് ശ്വാസം എടുക്കുക. എന്നിട്ട് മുമ്പോട്ടൊന്ന് ബെൻഡ് ചെയ്ത് വരിക. എന്നിട്ട് നിങ്ങൾ ഈ വിരലുകൾ കൊണ്ട് കാലിൻ്റെ തള്ളവിരലിൽ പിടിക്കുക. പെരുവിരലോ വിരലിൽ പിടിക്കുക. ഇങ്ങനെ ഇരിക്കുക. ഈ ഇരിപ്പിൽ നിങ്ങൾക്ക് ദീർഘമായിട്ട് ശ്വാസം എടുക്കാം, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ശ്വസിക്കാം. ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യുക. 1 മിനിറ്റോ 2 മിനിറ്റോ ഇങ്ങനെ ഇരിക്കുക, നേരെ നോക്കി ഇരിക്കുക. ഇത് വളരെ സിമ്പിളാണ്. ഇനി ഇവിടെ വരെ പിടിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ വരെ കിട്ടുന്നുള്ളെങ്കിൽ നമ്മുടെ ആംഗിളിൻ്റെ അത്ര പിടിക്കുക. ഒരു 10 വരെ എണ്ണുന്നവരെ ഇരിക്കുക ഫസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ആ ലെങ്ത് കൂട്ടിക്കൊണ്ട് വരാം. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് വൺ ഫിഷ് പോസ് അല്ലെങ്കിൽ മത്സ്യാസനം. ഇത് നമ്മളുടെ നെക്ക്, ഷോൾഡർ ഈ ഭാഗത്തെയൊക്കെ മസിൽസിൻ്റെ ആ ടെൻഷൻ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അപ്പം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരെ നിവർന്ന് കിടക്കുക. കൈകൾ രണ്ടും നമ്മുടെ ഹിപ്പിൻ്റെ അടിയിലേക്ക് വയ്ക്കുക. കൈപ്പത്തിലും കൈ രണ്ടും ബോഡിയോട് ചേർന്നിരിക്കണം. ദീർഘമായിട്ട് ശ്വാസം എടുത്തിട്ട് ഉയരുക. ഇത്രയും ഭാഗം ഉയർത്തുക, ബെൻഡ് ചെയ്യുക. ചെസ്റ്റ് ഉയർന്നിരിക്കണം. കാലിൻ്റെ പാദം കൂർപ്പിച്ച് പിടിക്കുക. മൊത്തം ഒരു സ്ട്രെച്ചിങ് വരും. നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ എൽബോയിൽ, കയ്യിലാണ് താങ്ങിയിരിക്കുന്നത്. ഈ സ്ഥിതിയിൽ നിങ്ങൾക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കാം, അല്ലെങ്കിൽ നോർമൽ ബ്രീത്തിങ് എടുക്കാം. ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നിൽക്കുക നിങ്ങളുടെ സൗകര്യം പോലെ. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക. ഫിഷ് പോസ് അല്ലെങ്കിൽ മത്സ്യാസനം എന്ന് പറയും. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു യോഗാസനമാണ്. നമ്മുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയും. നമുക്ക് നല്ലൊരു ഉറക്കമൊക്കെ ലഭിക്കാൻ സഹായിക്കുന്ന യോഗാസനമാണ്. നെക്സ്റ്റ് വൺ വജ്രാസനം ചെയ്യാം. വജ്രാസനം എപ്പോഴും നമ്മൾ മിക്ക വീഡിയോസിലും ചെയ്യുന്ന കാര്യമാണ്. വജ്രാസനം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ചെയ്യാം. കാല് നീട്ടിയിരിക്കുന്നു, മുട്ട് മടക്കി ഇത് നമ്മുടെ തൈയുടെ സൈഡിലായിട്ട് മടക്കി വെക്കുന്നു. മറ്റേ കാല് അതുപോലെ മടക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ കട്ടക്സ് ഈ കാലിൻ്റെ വെള്ള അകത്തേക്ക് വയ്ക്കുന്നു. കാലിൻ്റെ പെരുവിരലുകൾ തമ്മിൽ ടച്ച് ചെയ്യിക്കുക. ഈ ഒരു ഭാഗം ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് കാണണം.
കാലിൻ്റെ മുട്ടുകൾ ചേർന്ന് വയ്ക്കണം. എന്നിട്ട് നട്ടല് തീർന്ന് കൈ കാൽമുട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ദീർഘശ്വാസം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് ഫുഡ് കഴിച്ചിട്ട് ചെയ്യാവുന്ന യോഗാസനമാണ് വജ്രാസനം. ബാക്കി എല്ലാ യോഗാസനങ്ങളും നമ്മൾ വയറ് കാലിയായിരിക്കുമ്പോഴാണ് ചെയ്യുക. ഇത് ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നു, കോൺസ്റ്റിപ്പേഷൻ ഒഴിവാകുന്നു, നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു. ഓക്കെ, ഇത് അപ്പോൾ മൂന്നാമത് ഈ യോഗാസനം ചെയ്യുക. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള യോഗാസനമാണ്, അതുകൊണ്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ബാലാസനം അല്ലെങ്കിൽ ചൈൽഡ് പോസ് എന്ന് പറയും. ഇതുപോലെ തന്നെ നമ്മൾ മുട്ടുകുത്തി ഇങ്ങനെ ഉപ്പുറ്റിയിലോട്ടിരുന്നു. ഇപ്പോൾ വജ്രാസനത്തിലിരുന്ന പോലെ ഇരിക്കുക. കാലിൻ്റെ മുട്ട് ചേർത്ത് വെക്കാം. ഇനി അത് ബുദ്ധിമുട്ടുള്ളവർക്ക് അല്പം വൈഡായിട്ട് വെക്കാം. അതിങ്ങനെ കാലിൻ്റെ വെള്ളയിൽ ഇരിക്കുക. ദീർഘമായ ഒരു ശ്വാസം എടുത്തിട്ട് ശ്വാസം ഇട്ടുകൊണ്ട് ഇങ്ങനെ നെറ്റി പാട്ടിൽ മുട്ടിച്ച് കൊടുക്കുക. ശ്വാസം എടുത്ത് ഉയർന്നു വരിക. ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ കിടക്കുക. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ റിലാക്സ് ചെയ്യുന്ന ഒരു യോഗാസനമാണ്. നെക്സ്റ്റ് വൺ നിന്നുകൊണ്ടുള്ള യോഗാസനമാണ് വീരഭദ്രാസന 2. ഇത് ചെയ്യാൻ കാലുകൾ ഒരു 4 അടി അകലത്തിലേക്ക് വെക്കുക. ഈ കാലിൻ്റെ പാദം ഈ ഒരു രീതിയിൽ വെക്കുക. ഈ കാലിൻ്റെ പാദം ഇങ്ങനെ സൈഡിൽ വെച്ച് ഒരു 45 ഡിഗ്രി ആംഗിൾ വെക്കുക. എന്നിട്ട് ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. നമ്മുടെ ബോഡി വെയിറ്റ് മുഴുവൻ ഈ ഒരു കാലിലായിരിക്കണം. ഒരല്പം നമ്മൾ താഴണം. ഈ കാല് അല്പം കൂടെ വലിച്ചു വെച്ചിട്ട് താഴുക. ബോഡി അങ്ങോട്ട് ചെരിയണ്ട, ഇങ്ങനെ നിൽക്കുക. രണ്ട് സൈഡിലോട്ടും ചെയ്യണം. ഈ ഒരു രീതിയിൽ ഈ കാല് തറയ്ക്ക് ലംബമായിരിക്കണം, മറ്റേ കാല് വലിച്ചു വെക്കുക. എന്നിട്ട് മുട്ട് മടക്കിയ കാലിൻ്റെ ഈ സൈഡിലേക്ക് നോക്കി നിൽക്കുക. 2-3 മിനിറ്റ് ഇങ്ങനെ നിൽക്കുക. ബോഡി വെയിറ്റ് ഇതിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മുടെ ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വളരെ സഹായകരമായ യോഗാസനമാണ്. കുട്ടികളെ കൊണ്ടൊക്കെ ഇത് മുടങ്ങാതെ ചെയ്യിക്കുക. എല്ലാവർക്കും ചെയ്യാം. സ്ത്രീകൾക്ക് ഇത് ചെയ്യുന്നത് നമ്മുടെ സൈഡ് പാറ്റ് കുറയാനൊക്കെ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് മെഡിറ്റേഷൻ. പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. ഞാനിപ്പം അർത്ഥ സിദ്ധാസനത്തിൽ ഇരിക്കുന്നു. നിങ്ങൾക്ക് ചമ്രം പിടിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നട്ടല് നിവർന്ന് കൂഞ്ഞിരിക്കാതെ ഞെളിഞ്ഞിരിക്കാതെ ഒരേ ലെവലിൽ ഹോം മെഡിറ്റേഷനാണ് പറഞ്ഞു തരുന്നത്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ അതിരാവിലെ കുളിച്ച് വൃത്തിയായിട്ട് ഓപ്പൺ വിൻഡോസ് ഒക്കെയുള്ള നല്ല എയർ സർക്കുലേഷൻ ഒക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലിരുന്ന് വലിയ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ ഉള്ള അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് ചെയ്യുക. ഇവിടെ പുറത്തുനിന്ന് ഇടയ്ക്ക് പട്ടി കുരയ്ക്കുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശാന്തമായുള്ള അന്തരീക്ഷത്തിൽ ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. തലയും സ്പൈനും ഒരേ ലെവലിൽ വരത്തക്ക പോലെ ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. കൈകൾ ചിന്മുദ്ര, അതായത് നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും ടിപ്പ് തമ്മിൽ യോജിപ്പിച്ച് പിടിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര എന്നൊക്കെ പറയുന്നത്. എല്ലാ മെഡിറ്റേഷനിലും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഹസ്തമുദ്രയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലിരിക്കുക. എന്നിട്ട് ഓം മെഡിറ്റേഷൻ ചെയ്യാൻ നമ്മൾ കണ്ണുകൾ അടച്ചു പിടിച്ച് ശ്വാസം ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. അപ്പം ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ ഓംന്ന് വാ തുറക്കണ്ട, ആ ഒരു സൗണ്ട് പുറപ്പെടുവിക്കുക. ഓം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൗണ്ടാണ്, നമ്മളിൽ തന്നെയുണ്ട്, ചുറ്റുപാടുണ്ട്, എല്ലാമാണ് ഓം എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയുക ആദിയും അന്തവും
എല്ലാം ഓം തന്നെയാണ് എന്നാണ് പറയുക. അപ്പോൾ ഓം മെഡിറ്റേഷൻ, മന്ത്ര മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അത് ചെയ്യാൻ ഇങ്ങനെ നമുക്ക് ദീർഘമായി ശ്വാസം എടുക്കുക. കൈ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ പിടിക്കുക. ഇൻഹേൽ, ഇൻഹേൽ ചെയ്യുമ്പം ശ്വാസത്തേക്ക് പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക. അപ്പം നമ്മളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും തന്നെ നമ്മൾ ഒതുങ്ങുകയാണ്. അവനവനെ തന്നെ അറിയുക. നമ്മുടെ ആർഷഭാരതത്തിലെ മുനിമാരൊക്കെ മഹർഷിമാരൊക്കെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് പിന്നെയാണ് അവർക്ക് മോക്ഷ, സെൽഫ് അവയർനെസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ആത്മസാക്ഷാത്കാരം, അവനവനെ തന്നെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചുറ്റുപാടിലേക്കാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം തുറന്നു വെച്ചിരിക്കുക. ഇത് ഇന്ദ്രിയങ്ങളും എല്ലാം മനസ്സുമെല്ലാം നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളിൽ ഒതുങ്ങാൻ സഹായിക്കുന്ന മെഡിറ്റേഷൻ. എല്ലാം മെഡിറ്റേഷൻ തന്നെ അങ്ങനെയാണ്. ഓം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകത ഏറെയുണ്ട്. സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ ശബ്ദത്തിൽ നിന്നാണ് പറയുക. പുറത്തേക്ക് വിടുമ്പം വളരെ സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഈ ഓം സൗണ്ട് പുറപ്പെടുവിക്കുമ്പം നമ്മുടെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു വൈബ്രേഷൻ നമ്മുടെ ബ്രെയിനിനെ കാമാക്കാനും നമ്മുടെ നെർവസ് സിസ്റ്റത്തെ റിലാക്സ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് ഓം മെഡിറ്റേഷൻ. ഇത് എത്രയോ തവണ വേണേൽ നിങ്ങൾക്ക് ചെയ്യാം. കുറേ നേരം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാകും. നിങ്ങളിലുണ്ടാകുന്ന ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് പറ്റുന്ന അത്രയും തവണ റിപ്പീറ്റ് ചെയ്തിട്ട് കൈകൾ കൂട്ടിത്തിരുമ്മി കൈക്കകത്തൊരു ചൂട് അനുഭവപ്പെടും. ആ ചൂട് നിങ്ങളുടെ കണ്ണിൽ, മുഖത്ത്, കഴുത്തിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യുക. വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ നല്ല ചൂടുണ്ടാകും. ആ ചൂട് മുഖത്തൊക്കെ വെച്ച് എന്നിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് തന്നെ റിലാക്സ് ചെയ്ത് കിടക്കുക. ലാസ്റ്റ് അതിന് പില്ലോയോ കാലിൻ്റെ അടി തലയണയോ ഒന്നും വെക്കണ്ട. ഫ്ലാറ്റായിട്ട് കിടക്കുക. കൈകളും അല്പം അകത്തി കൈയും കാലും മാറ്റി തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ സ്വന്തം ശ്വാസത്തെ ശ്രദ്ധിച്ച് റിലാക്സ് ചെയ്ത് എന്നിട്ട് എണീക്കുമ്പോൾ നിങ്ങൾ വലത് സൈഡിലേക്ക് ചെരിഞ്ഞ് എണീക്കുക. ഓക്കെ, അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.